കിഫ്ബിയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുമുന്നണിയുടെ സർക്കുലർ. ജനങ്ങളെ ദോഷം ചെയ്യാത്ത രീതിയിൽ വരുമാന സ്രോതസ് കണ്ടെത്തണം. റോഡുകളിൽ ടോൾ പിരിക്കണമെന്ന് വ്യക്തമായി പറയാതെയാണ് വരുമാന മാർഗങ്ങൾ തേടിയേ മതിയാകൂ എന്ന നിലപാട് സർക്കുലറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സർക്കുലറിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. എലപ്പുള്ളി ബ്രൂവറി വിഷയത്തിൽ ജലത്തിന്റെ വിനിയോഗത്തെയും കൃഷിയെയും ബാധിക്കരുതെന്നും സർക്കുലറിൽ പറയുന്നുണ്ട്. വി അരുൺ ചേരുന്നു. അരുൺ, എന്താണ് ഈ സർക്കുലറിന്റെ ഉള്ളടക്കം? ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ മുന്നണിക്കകത്ത് തന്നെ അഭിപ്രായ ഭിന്നതയുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് ഔദ്യോഗികമായി ഇങ്ങനെയൊരു സർക്കുലർ പ്രസിദ്ധീകരിക്കുന്നത്? സർക്കുലർ പ്രധാനമായും നേതാക്കൾ, അതായത് മുന്നണി തീരുമാനങ്ങൾ എന്തൊക്കെയെന്ന് നേതാക്കളെ അറിയിക്കുകയാണ്. സാധാരണഗതിയിൽ പല കാര്യങ്ങളും ഇപ്പോൾ ഈ കിഫ്ബി അടക്കമുള്ള ടോൾ അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ മുന്നണി നേതൃത്വം അറിഞ്ഞിരുന്നില്ല. സർവകലാശാല വിഷയം ആ രീതിയിൽ ചർച്ച ചെയ്ത് തുടങ്ങിയ പല വിവാദങ്ങൾ, ബ്രൂവറി വിഷയം വേണ്ട രീതിയിൽ മുന്നിൽ ചർച്ച ചെയ്ത് തുടങ്ങിയ വലിയ വിമർശനങ്ങൾ മുന്നണിയിലെ ഘടകകക്ഷിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഈ മുന്നണി യോഗത്തിന് ശേഷം നേരത്തെയൊക്കെ ഇത്തരം ഒരു പതിവുണ്ടായിരുന്നു. മുന്നണി യോഗ തീരുമാനങ്ങൾ സർക്കുലറായി പിന്നീട് ഘടകകക്ഷി നേതാക്കളെ അറിയിക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായാണ് ഈ കഴിഞ്ഞ മുന്നണി യോഗത്തിൽ തീരുമാനങ്ങൾ ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ സർക്കുലറിലൂടെ ഘടകകക്ഷി നേതാക്കളെ അറിയിച്ചിരിക്കുന്നത്. അതിനാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ കിഫ്ബി റോഡുകളുടെ കാര്യമാണ്. കിഫ്ബി റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കണമെന്നത് സർക്കാരിൻ്റെ മുന്നിൽ നിർദ്ദേശമാണ്. അത് തീരുമാനമെടുത്തെന്ന് പറയുമ്പോഴും കിഫ്ബിയെ ധനാഗമ മാർഗമാക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കാര്യമാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെയും ടോൾ പിരിക്കണമെന്ന് പറയുന്നില്ല. കേരളത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിരവധി വികസന പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട്. വൻകിട പദ്ധതികൾ വഴി ജനങ്ങൾക്ക് പൊതുവെ ദോഷം ചെയ്യാത്ത നിലയിൽ വരുമാന സ്രോതസ് കണ്ടെത്താൻ കഴിയണം. കിഫ്ബിയെ സംരക്ഷിക്കാൻ എല്ലാ നടപടികളും LDF ഗവൺമെന്റ് സ്വീകരിക്കണം. സർക്കാരിനോട് ആവശ്യപ്പെടുന്ന രീതിയിലാണ് ഇത്തരമൊരു നിർദ്ദേശം ഈ സർക്കുലറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കിഫ്ബിയെ ധനാഗമ മാർഗമാക്കാൻ എല്ലാ വഴികളും തേടണം. ടോൾ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കേണ്ടി വരും എന്നതിൻ്റെ സൂചനയായി കൂടി ഇതിനെ കാണണം. ടോളിനെതിരെ ആശങ്കയുള്ള ഘടകകക്ഷികൾ CPM ഇടതുമുന്നണിക്കുള്ളിലുണ്ട്. CPM-നും ഇപ്പോൾ ടോൾ വേണമോ എന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അപ്പോഴും ഏതെങ്കിലും വിധേന കിഫ്ബിക്ക് ധനാഗമ മാർഗം കണ്ടെത്തിയേ തീരൂ എന്നുള്ളതാണ് ഈ സർക്കുലർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യമുള്ളത് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ബ്രൂവറിയുമായി മുന്നോട്ട് പോകുമെന്ന് ഒരു സംശയത്തിനിട നൽകാതെ ഇടതുമുന്നണി യോഗത്തിൽ CPI-യുടെയും RJD-യും ഒക്കെ എതിർപ്പ് തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു. അവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ CPI നേതൃത്വം വലിയ വിമർശനം നേരിടുകയാണ്. CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഒരു കാരണവശാലും ബ്രൂവറി അനുകൂലിക്കരുത്, പദ്ധതി മുന്നോട്ട് പോകുന്ന ആവശ്യം ഉയർന്നിട്ടും CPI-യുടെ ആസ്ഥാനത്ത് MN സ്മാരകത്തിൽ നടന്ന മുന്നണി യോഗത്തിൽ ആ തീരുമാനം മുന്നണിയെ കൊണ്ട് എടുപ്പിക്കാൻ കഴിഞ്ഞില്ല. പാർട്ടി നിലപാടിന്, പാർട്ടിയുടെ ആവശ്യത്തിന് വിരുദ്ധമായ ഒരു തീരുമാനം മുന്നണി എടുക്കുമ്പോൾ അത് സംബന്ധിച്ച് ഇറങ്ങി വന്ന സംസ്ഥാന സെക്രട്ടറിക്കും അതിൽ പങ്കെടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കും അത് രൂക്ഷ വിമർശനം CPI-യിൽ ഉയരും. ഇപ്പോൾ തന്നെ നേതാക്കൾ വലിയ അതിർത്തിയിലാണ്. അവർക്കൊരു സമാശ്വാസത്തില്ല. അവർക്ക് മുഖമരിശിക്കാനുള്ള നടപടി എന്ന രീതിയിൽ കൂടി സർക്കുലറിലെ ഈ വാചകങ്ങൾ, ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വാചകങ്ങൾ കാണേണ്ടതുണ്ട്. മദ്യനിർമ്മാണശാല അനുവദിക്കുമ്പോൾ ജലത്തിൻ്റെ വിനിയോഗത്തിൽ കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാൻ പാടില്ലെന്നും LDF തീരുമാനിച്ചു. അതായത് ഒരു തീരുമാനമായി തന്നെ അത് LDF സർക്കുലറിലൂടെ ഉൾപ്പെടുത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട മുന്നണിയുടെ തീരുമാനങ്ങൾ നേതാക്കളെ സർക്കുലർ അറിയിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ്. കിഫ്ബിയിൽ ധനാഗമ മാർഗം ടോളാണോ, യൂസർ ഫീ ആണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ധനാഗമ മാർഗമാണോ, ഏതെങ്കിലും ഒന്നില്ലാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാട് മുന്നണി സ്വീകരിക്കുന്നു. കിഫ്ബിയെ സംരക്ഷിക്കാൻ അത് വേണ്ടി വരും എന്ന് തന്നെ മുന്നണി നേതൃത്വം വ്യക്തമാക്കുകയാണ്. സഹിതം മറ്റൊന്ന് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട നേരത്തെ സൂചിപ്പിച്ച വിഷയവുമാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ എന്തായാലും ഇടതുമുന്നണിയിൽ ഈ പ്രധാനപ്പെട്ട വിവാദ വിഷയങ്ങളിൽ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഭിന്നത നിലനിൽക്കെ തന്നെ മുന്നോട്ട് പോവുക എന്നതാണ് മുന്നണിയിൽ CPM സ്വീകരിച്ച മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിനെ തുടർന്നുണ്ടായത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സർക്കുലർ പുറത്തിറക്കി മുന്നണി തീരുമാനങ്ങൾ അത് മുന്നണി നേതാക്കളെ അറിയിക്കുക എന്നൊരു നീക്കം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. ഒപ്പം ഘടകകക്ഷികളുടെ ആശങ്കകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്ന ഒരു നയപരമായ തന്ത്രപരമായ നീക്കം കൂടിയായി വേണം ഇതിനെ കാണാൻ. ഇടവേളയാണ്, മടങ്ങി വരാം.